ചെറുകഥ അരങ്ങൊഴിയുന്നവർ. രചന ദിവാകരൻ പി.കെ. പൊന്മേരി. ശബ്ദം അനീഷ് പുലിയൂർ. അരങ്ങൊഴിയുന്നവർ. ഉത്സവപ്പറമ്പ് ആൾക്കൂട്ടങ്ങളാൽ നിറഞ്ഞു കവിഞ്ഞു. ചെണ്ടമേളങ്ങൾ നിശബ്ദമായി. ശംഖുവിളിയോടെ ദീപാരാധനയുടെ സമയമറിയിപ്പ്. ആളുകൾ നാടകം കാണാനായി അവരവരുടെ സീറ്റുറപ്പിക്കാനായി തിടുക്കത്തിൽ സ്റ്റേജിന്റെ മുൻപിലായി നേരത്തെ തന്നെ തയ്യാറായി കഴിഞ്ഞിരുന്നു. അടുത്ത ബെല്ലോടുകൂടി വടകര രംഗവേദി തിയേറ്റേഴ്സിന്റെ 12ാമത് നാടകം അരങ്ങൊഴിയുന്നവർ. ഈ പരിപാടി ഞങ്ങൾക്ക് ഈ വേദിയിൽ അവതരിപ്പിക്കുവാൻ അവസരം ഒരുക്കിത്തന്ന ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾക്ക് ഞങ്ങളുടെ അഭിവാദനങ്ങൾ. ഞങ്ങൾക്ക് വേണ്ടി സർവദീപവിധാനങ്ങളും അണച്ചു തരുവാൻ ശബ്ദവിധാനം നിയന്ത്രിക്കുന്നവരോട് വിനയപൂർവം അഭ്യർത്ഥിക്കുന്നു. സ്റ്റേജിൽ നിന്നും ഘനഗംഭീരമായ അറിയിപ്പ്. അരണ്ട വെളിച്ചത്തിൽ മുൻപിൽ തന്നെ സീറ്റുറപ്പിക്കുവാൻ ആളുകൾ തിടുക്കം കൂട്ടുന്നു. അവർക്കിടയിൽ ആവേശത്തോടെ സ്റ്റേജിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് കല്ലറ സരസമ്മ എന്ന 70 വയസ്സുകാരി. ഒരു കാലത്ത് നാടകവേദികളിൽ നക്ഷത്രമായി തിളങ്ങി നിന്ന് വേദികളിൽ നിന്ന് വേദികളിലേക്ക് പറന്നു നടന്നവർ ഇന്ന് ആർക്കും പരിചയമില്ലാതെ ആൾക്കൂട്ടത്തിൽ ഒറ്റപ്പെട്ടെങ്കിലും ഇന്നും കണ്ണുകളിൽ നാടകാവേശം തുളുമ്പി നിൽക്കുന്നു. സ്വാഗതഗാനത്തോടെ കർട്ടൻ ഉയർന്നു. തുളസിത്തറയിൽ ദീപം കൊളുത്തുന്ന സുന്ദരിയായ 16 വയസ്സുള്ള പാവാടക്കാരി വസുമതി. സരസമ്മയുടെ ഓർമ്മകൾ തൻ്റെ പഴയ കാലത്തേക്ക് കുതിക്കാൻ തുടങ്ങി. മംഗലാട് എന്ന പ്രകൃതിരമണീയമായ ഗ്രാമം. അവിടെ പണ്ട് കൊല്ലിനും കുലയ്ക്കും പേരുകേട്ട കിഴക്കേതിൽ തറവാട്. തണ്ടും തടിയുമുള്ള 4 ആങ്ങളമാർക്കുമായി ഒരേ ഒരു സുന്ദരിയായ പെങ്ങൾ വസുമതി. സന്തോഷത്തിൻ്റെ നിറദീപമായി തറവാടിൽ നിറഞ്ഞു നിന്നു. മനോഹരമായ ഗാനത്തോടെ 1ാം രംഗം പൊടിപൊടിക്കുന്നു. അടുത്ത രംഗത്തിനായി അണിയറയിൽ ഒരുക്കം. വെളിച്ചം പരന്നതോടെ സരസമ്മ ചിന്തയിൽ നിന്ന് ഞെട്ടി ഉണർന്നു. ഇല്ല, ആരും തന്നെ തിരിച്ചറിയുന്നില്ല. ഒരു കാലത്ത് തന്നെ പൊതിഞ്ഞ ആൾക്കൂട്ടത്തിൽ ഞാൻ അന്യയായിരിക്കുന്നു. വീണ്ടും ഇരുൾ മൂടി. രംഗം 2. ദയവ് ചെയ്ത് വേദിയിലേക്ക് ടോർച്ച് ലൈറ്റ് അടിക്കാതിരിക്കുവാൻ പ്രിയ പ്രേക്ഷകരോട് വിനയപൂർവം അഭ്യർത്ഥിക്കുകയാണ്. കീഴ്ജാതിക്കാരനായ തറവാട്ടിലെ പുറംപണിക്കാരൻ കോരന്റെ മകൻ വൈശാഖുമായി ഇഷ്ടത്തിലാവുന്നു. രംഗത്ത് മങ്ങിയ വെളിച്ചം കൊടുത്തുകൊണ്ടും വസുമതിയുടെ ഉഗ്രം ഡയലോഗും. തറവാട്ടിൽ നിന്ന് തേങ്ങ കട്ടതിന് തെങ്ങിൽ കെട്ടി ക്രൂരമായി അടിക്കുന്നതും ആരും കാണാതെ വസുമതി കെട്ടഴിച്ചു വിടുന്നതും വസുമതിയുടെ ഓർമ്മ ഫ്ലാഷ് ബാക്കായി രംഗത്തിന് മാറ്റുകൂട്ടുന്നു. കാഴ്ചക്കാർ അങ്ങനെ കണ്ണിമയ്ക്കാതെ ഓരോ രംഗങ്ങളായി നോക്കിക്കാണുന്നു. അടുത്ത രംഗത്തിനായി കർട്ടൻ ഉയർന്നതും രംഗത്ത് സ്റ്റില്ലായി നായികയും നായകനും നിൽക്കുമ്പോൾ ഇടയ്ക്ക് ഒരറിയിപ്പ്. ഈ കഥ തികച്ചും സാങ്കല്പികം. ജീവിച്ചിരിക്കുന്നവരുമായോ മരിച്ചുപോയവരുമായോ യാതൊരു ബന്ധവുമില്ല. അങ്ങനെ ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഉത്തരവാദികളല്ല. വീണ്ടും വെളിച്ചം പരന്നതോടെ ഇരുന്നവർ നടുനിവർക്കാൻ എഴുന്നേറ്റ് നിൽക്കാൻ തുടങ്ങി. അപ്പോഴാണ് അടുത്തിരിക്കുന്നവർ മുഷിഞ്ഞു നാറിയ വസ്ത്രവും ഭാണ്ഡക്കെട്ടുമായിരിക്കുന്ന സരസുവിനെ കാണുന്നത്. അവർ സരസുവിൻ്റെ പക്കൽ നിന്നും മാറിയിരിക്കാൻ തുടങ്ങി. കർട്ടൻ ഉയർന്നു. ജനങ്ങൾ പൂർണ്ണ നിശബ്ദരായി സ്റ്റേജിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. അടുത്ത രംഗത്തിനായി ആകാംക്ഷയോടെ കാത്തിരിക്കെ കർട്ടൻ ഉയർന്നു. വർഷങ്ങൾക്ക് ശേഷം പണക്കാരനായി വൈശാഖ് നാട്ടിലേക്ക് തിരിച്ചു വരുന്നു. തറവാട് ക്ഷയിച്ചെങ്കിലും തറവാടിത്തം വിടാൻ തയ്യാറല്ലാതിരുന്ന തറവാട്ടുകാരനവരും മക്കളും. പട്ടണത്തിലേക്ക് വൈശാഖിനോടൊപ്പം വസുമതി നാടുവിടുന്നു. തറവാട് കുലുങ്ങുന്നു. കാണികൾ രംഗത്ത് വെളിച്ചത്തിന്റെയും കർട്ടന്റെയും പശ്ചാത്തല സംഗീതത്തിന്റെയും മായക്കാഴ്ചയിൽ മതിമറക്കുന്നു. തറവാട്ടുകാരനവരുടെ അലർച്ചയോടൊപ്പം കാണികൾക്കിടയിൽ ബഹളം ഉച്ചസ്ഥായിയിലായി. ഒടുവിൽ കർട്ടൻ താഴ്ത്തി കാരണമാരാഞ്ഞ് തടിച്ചുകൂടിയ ജനങ്ങൾക്കിടയിൽ നിന്ന് സരസമ്മയുടെ ഭാണ്ഡക്കെട്ട് ചിലർ വലിച്ചു കീറുന്നു. ആൾക്കൂട്ടത്തിലെ കുട്ടിയുടെ സ്വർണമാല കാണുവാനില്ല. ആൾക്കൂട്ടത്തിന്റെ വിചാരണയ്ക്കൊടുവിൽ ഭിക്ഷക്കാരി സരസു തന്നെ പ്രതി എന്ന് ജനം വിധിയെഴുതി. നാടകം നിർത്തിവെക്കേണ്ടി വന്നു. പോലീസ് ഇടപെട്ട് സംഭവത്തിന്റെ പൊരുൾ തേടിയപ്പോഴാണ് ജനങ്ങൾക്ക് നാടകത്തിലെ നായിക വസുമതിയുടെ കഥയും
സരസുവിൻ്റെ കഥയും ഒന്നാണെന്ന് മനസ്സിലായത്. കാഴ്ചക്കാർക്ക് അത്ഭുതമായി. സരസുവിൻ്റെ കാമുകൻ തികഞ്ഞ മദ്യപാനിയായി. ഒടുവിൽ മരണത്തിന് കീഴടങ്ങിയതും നിർത്തിവച്ച നാടകത്തിന്റെ ബാക്കി ഭാഗം ജനങ്ങൾക്കായി സരസു പൂരിപ്പിച്ചു. ഒടുവിൽ എല്ലാം തകർന്ന് ഭിക്ഷയാചിച്ച് നടക്കുമ്പോഴാണ് ഉത്സവപ്പറമ്പിലെത്തിയത്. സാറേ, സരസു കള്ളിയല്ല. പേരുകേട്ട തറവാട്ടിൽ പിറന്നവളാ ഞാൻ. ഒരു നേരത്തെ അന്നത്തിന് കൈനീട്ടുമ്പോഴും നാടകം എന്റെ രക്തത്തിൽ അലിഞ്ഞു പോയതുകൊണ്ടെത്തിപ്പോയതാണ്. ഭർത്താവ് നാടകക്കാരനായിരുന്നു. കുടിച്ചു നശിച്ചതാണെങ്കിലും എന്റെ അരങ്ങിലെ ഗുരുവാണ് അദ്ദേഹം. ജീവിതം നശിച്ചു. ഇനി കുറച്ചു കാലമേ ബാക്കിയുള്ളൂ. അത് കൈനീട്ടി കാലം കഴിച്ചോളാം. കള്ളി എന്നു മാത്രം വിളിക്കരുതേ സാറേ. പൊട്ടിക്കരഞ്ഞുകൊണ്ട് സരസ് പറയുമ്പോൾ കണ്ണീരണിഞ്ഞ കാഴ്ചക്കാർ മുഷിഞ്ഞു നാറിയ മെലിഞ്ഞ ആ ദേഹത്തെ കെട്ടിപ്പിടിച്ച് മാപ്പ് ചോദിച്ചു. ആൾക്കാർ തിക്കും തിരക്കും കൂട്ടുമ്പോൾ ഞങ്ങളോട് സഹകരിച്ച് നല്ലവരായ എല്ലാ നാട്ടുകാർക്കും ഭക്തജനങ്ങൾക്കും വടകര രംഗവേദി തിയേറ്റേഴ്സിന്റെ ഹൃദയം നിറഞ്ഞ നന്ദി. ഞങ്ങൾക്ക് ശബ്ദവും വെളിച്ചവും നൽകിയ അപ്പോളോ സൗണ്ട് സർവീസിനും നല്ലവരായ നാട്ടുകാർക്കും ഒരിക്കൽ കൂടി വടകര രംഗവേദി തിയേറ്റേഴ്സ് നന്ദി രേഖപ്പെടുത്തുന്നു. അണിയറയിൽ പ്രവർത്തിച്ചവരെ ഒന്ന് പരിചയപ്പെടുത്താം. സംവിധാനം, വേദിയിൽ നിന്ന് ഘനഗംഭീര ശബ്ദത്തിലുള്ള അറിയിപ്പ്. അടുത്ത കവല ലക്ഷ്യമാക്കി തൻ്റെ ഭാണ്ഡക്കെട്ടുമായി നടക്കുമ്പോൾ സരസുവിൻ്റെ കാതിൽ ആ ശബ്ദം നേർത്തു പതിക്കുന്നുണ്ടായിരുന്നു. ഉത്സവപ്പറമ്പ് യുദ്ധം കഴിഞ്ഞ പോർക്കളം പോലെ വിജനമായി.